രേഷ്മാസ് കിച്ചണിലോട്ട് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം ഇവ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് തുറന്ന് വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്, അടച്ചു വെച്ചിട്ടല്ല. കൂടെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മെഴുക്ക് പുരട്ടി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്